മോഹൻലാൽ മാർത്താണ്ഡവർമ്മയായി എത്തുന്നു. അതെ, അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. മോഹൻലാൽ മാർത്താണ്ഡവർമ്മയായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളത്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ അഭിമാനമായ ഒരു രാജാവായിരുന്നു. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന മഹാനായ മഹാരാജാവായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം. ആദ്യം പത്മനാഭപുരം, പിന്നീട് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഭരിച്ചു എന്നുള്ളത്. ഇത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI മൂവിയാണ്. ഒരു ട്രെയിലർ പോലെ ഒരു നരേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ കഥ പറഞ്ഞിരിക്കുന്ന ഒരു ആഖ്യാനമാണത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു സിനിമയോ വലിയ പ്രൊഡക്ഷൻ ഹൗസോ ഒന്നും നിർമ്മിച്ചതല്ല ഈ വീഡിയോ എന്നുള്ളതാണ്. ഒരു സാധാരണ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അഭിജിത്ത് നായർ എന്ന് പറയുന്ന മാക്സ്മാൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ബംഗളൂരു ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡിയോയൊക്കെ ഓണറായിട്ടുള്ള അഭിജിത്ത് നായരാണിത് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ AI ടൂൾ ഉപയോഗിച്ച് നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്ത് നല്ല മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് ഇത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരു സിനിമ, മാർത്താണ്ഡവർമ്മയുടെ കഥ പറയുന്ന സിനിമ. ആ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ കഥ പറയാൻ നമ്മൾ പോകുമല്ലോ. ഒരു കഥ പറയാൻ പോകുന്നത് എങ്ങനെയാണ്? നമ്മളൊരു കഥ എഴുതി തയ്യാറായി കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി ആ പ്രൊഡ്യൂസറുടെ അടുത്ത് നിന്ന് ഈ കഥ പറയും. അല്ലെങ്കിൽ ഡയറക്ടറുടെ അടുത്തോ ഇല്ലെങ്കിൽ വലിയ നടൻ്റെ അടുത്തോ പോയിട്ട് കഥ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തോട് ഈ കഥയെപ്പറ്റി സംസാരിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ക്രിപ്റ്റൊക്കെ കൈമാറി കരാർ എഴുതി സിനിമയിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു കാര്യമല്ല അഭിജിത്ത് നായർ ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് ചെയ്തിരിക്കുന്ന ഒരു ഡയറക്റ്റ് ഓഫറാണ്. എല്ലാ സിനിമാ മോഹികളുടെ ഇല്ലെങ്കിൽ സിനിമ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നടന്മാരുടെയൊക്കെ മുമ്പിലേക്ക് ഒരു വസ്തു ഇല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കഥ എടുത്തു വയ്ക്കുന്നു. അത് ആരുടെ അടുത്തും അഭിജിത്തിന് പോയി വിശദീകരിക്കേണ്ട കാര്യമില്ല. ആ കഥ അവതരിപ്പിക്കുന്നു, കഥ ചിത്രീകരിച്ച് തന്നെ അവതരിപ്പിക്കുന്നു AI വഴി. ഇത് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് ഒരു സങ്കോചം കൂടാതെ ഈ കഥയെ സമീപിക്കാൻ കഴിയും. കാരണം ആ കഥയുടെ ആകെ തുക എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ അത് എന്താണ് വെളിവാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ പറയുന്ന അഭിജിത്തിൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ഒരു മഴക്കാലത്ത് ഈ പറയുന്ന കുളച്ചൽ മേഖലയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കുറേ ദൃശ്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഡച്ചുകാരുമായി നടത്തിയ യുദ്ധമാണ് അത് എന്ന് പറയുന്നത്. അപ്പോൾ ഡച്ചുകാരുമായിട്ട് തിരുവിതാംകൂർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഡച്ച് സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കേണൽ ഡിൽനോയ് എന്ന് പറയുന്ന കേണലിനെ പരാജയപ്പെടുത്തിയാണ് അവസാനം കേണൽ ഡിൽനോയ് ട്രാവൻകൂർ സൈന്യത്തിൻ്റെ ഭാഗമായത് ചരിത്ര വസ്തുതയാണ്. അതായത് ഇപ്പോഴും നമ്മൾ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഈ പറയുന്ന കരിയപ്പ സ്റ്റേഡിയമുണ്ട്, ഫീൽഡ് മാർഷൽ കരിയപ്പ സ്റ്റേഡിയം. ആ കരിയപ്പ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ അതിൻ്റെ എൻട്രൻസിലായിട്ട് ഒരു വലിയ ശില്പം ഉണ്ട്, ഒരു പ്രതിമയുണ്ട്. ആ പ്രതിമ കേണൽ ഡിൽനോയുടെ പ്രതിമയാണ്. കേണൽ ഡിൽനോയ് മരിച്ചതും കേരളത്തിലാണ്. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ നാവികപ്പടയുടെ തലവനായിരുന്നു ഡിൽനോയ് എന്നുള്ളതാണ്. പിടിക്കപ്പെട്ടു, അവസാനം കീഴടങ്ങിയ ശേഷം അയാളെ കൊല്ലാതെ മാർത്താണ്ഡവർമ്മ തൻ്റെ സേനാനായകനാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് കേണൽ ഡിൽനോയ് ഇവിടെ തുടർന്നത് എന്നുള്ളത്. കേണൽ ഡിൽനോയ്ക്ക് വേണ്ടി പള്ളി പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരുവിതാംകൂറിൽ ഇന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തിരുവിതാംകൂറിലാണ് ഈ പറയുന്ന ഡിൽനോയെ തോൽപ്പിച്ച ആ യുദ്ധത്തിൻ്റെ ഒരു വലിയ കഥ പറയുന്ന ചിത്രമൊരുക്കുന്ന അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം പറയുന്ന ചിത്രമൊരുക്കാനായിട്ട് അഭിജിത്ത് നായർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഏതൊരു മലയാളിക്കും അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉത്തര കേരളത്തിൻ്റെ കഥ പറയാനാണെങ്കിൽ പഴശ്ശിയുടെ കഥ പറഞ്ഞായിരുന്നു. പഴശ്ശിരാജാവിൻ്റെ മഹാനായ പഴശ്ശിയുടെ കഥ പറഞ്ഞിരുന്നു. ഗോകുലഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങിയ സിനിമയായിരുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് എന്ന് പറയുന്നത്. പഴശ്ശിരാജ എന്ന് പറയുന്ന ചിത്രം അതിഗംഭീരമായി മലയാളികൾ ഏറ്റെടുക്കുകയും ചെയ്തു. ധീരമായ ഒരു ചരിത്രത്തിൻ്റെ ഏടാണത്. അതുപോലെ തന്നെയാണ് മലയാളത്തിൽ ഇല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന വീരനായകൻ്റെ കഥ എന്ന് പറയുന്നത്. നമുക്ക് ഛാവ എന്ന് പറയുന്ന ചിത്രം ഈ അടുത്തിറങ്ങിയിരുന്നു. സാമ്പാജി മഹാരാജാവിൻ്റെ കഥ പറയുന്ന, ശിവജി മഹാരാജാവിൻ്റെ കഥ പറയുന്ന ചിത്രങ്ങളും നിരവധി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇടയ്ക്ക് പൃഥ്വിരാജ് ചൗഹാനെ പറ്റിയുള്ള കഥ അക്ഷയ് കുമാർ അവതരിപ്പിച്ച ചിത്രവും പൃഥ്വിരാജ് ചൗഹാൻ്റെ കഥയും പറഞ്ഞുകൊണ്ടൊരു ചിത്രവും പുറത്തിറങ്ങിയിരുന്നു. ഇതുപോലെ വീരനായകന്മാരുടെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന
കഥകളുണ്ട്. മഹാറാണ പ്രതാപ് എന്ന് പറയുന്ന വീരനായ മഹാരാജാവിൻ്റെ മരണ ദിവസം, അതായത് അദ്ദേഹത്തിൻ്റെ ചരമദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ വീരബലിദാനത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ഉണ്ട്. അദ്ദേഹം നാട് നീങ്ങിയതാണ്. ആ മഹാനായ രാജാവിൻ്റെ ഓർമ്മകൾ, അനുസ്മരണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഒരു വീരനായകനെ പറ്റി കൂടി മറ്റൊരു വാർത്ത കടന്നു വരുന്നത് എന്നുള്ളതാണ്. അത് മോഹൻലാൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് അഭിജിത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതിൻ്റെ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ രൂപം മോഹൻലാലുമായിട്ട് യോജിക്കുമോ എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമാണ്. പക്ഷേ ഏതാണ്ട് യോജിക്കും. താടിയൊക്കെ ഉണ്ടല്ലോ മാർത്താണ്ഡവർമ്മ പക്ഷേ വളരെ ചെറുപ്പത്തിലാണ് മരിക്കുന്നത്. അധികം പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല മരിക്കുമ്പോൾ എന്നുള്ളതാണ്. മോഹൻലാൽ ഇപ്പോൾ പ്രായമായി, പക്ഷേ എങ്കിലും അഭിനയ സിംഹത്തിന് പ്രായമായി എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അത്രയേറെ മോഹൻലാൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാനടനാണ് എന്നുള്ളത്. അപ്പോൾ മോഹൻലാൽ ഈ ചിത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. ഈ ചിത്രത്തിലൊക്കെ അതിഗംഭീരമായ ഇത് ദൃശ്യങ്ങളാണുള്ളത്. ആ വീഡിയോയിൽ കണ്ടറിയാം. എന്നാലും എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ സിനിമ അനിവാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ ചിത്രം വരണം. കാരണം മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് നമ്മളുടെ ദേശീയതയെ ഉണർത്തുന്ന വീരനായ പോരാളിയായിരുന്നു. അദ്ദേഹം വിദേശ ശക്തികളെ തോൽപ്പിച്ച ആളാണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആധുനിക കേരളത്തിന് ഇത്രയേറെ മികച്ച ഒരു സംസ്ഥാനത്തെ, ആധുനിക കേരളത്തെ ഒരു സംസ്ഥാനമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പൂർവ്വകാല നടപടികൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ആധുനിക തിരുവിതാംകൂറിനെ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്. ഇന്ന് കേരളമായി നിൽക്കുന്നതിനൊരു വലിയ പങ്ക് ആ പറയുന്ന മാർത്താണ്ഡവർമ്മയും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള രാജവംശവും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തിരുവനന്തപുരത്ത് പോയി കണ്ടാൽ അറിയാമല്ലോ. തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒന്നുമില്ല. ലോകത്തെ ആദ്യത്തെ വുമൻസ് കോളേജ് ഉണ്ടായത് തിരുവിതാംകൂറിലാണ്. അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണോ വേണ്ടയോ എന്ന് ഇംഗ്ലണ്ടിൽ ചർച്ച നടക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കോളേജ് പണി കഴിപ്പിച്ച നാടാണ് തിരുവിതാംകൂർ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം, അത് സ്ത്രീകൾ മനുഷ്യരാണോ, വോട്ടവകാശമല്ല കേട്ടോ, സ്ത്രീകൾ മനുഷ്യരാണോ എന്നുള്ള ചർച്ച ഇംഗ്ലണ്ടിൽ നടക്കുക. അവർ മനുഷ്യരാണോ, അവർ മനുഷ്യരായിട്ട് പരിഗണിക്കണോ? സ്ത്രീകൾ മനുഷ്യരല്ല എന്നുള്ള കൺസെപ്റ്റിലാണല്ലോ ഇംഗ്ലണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് മാർത്താണ്ഡവർമ്മയുടെ പരമ്പര ഇവിടെ കേരളത്തിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ കോളേജ് സ്ഥാപിക്കുന്നത്. അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നൂറുകണക്കിന്. അത് പറയാം, രാംപാലിൻ്റെ ബ്യൂട്ടിഫുൾ ട്രീ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്തായിരുന്നു എന്നുള്ളത്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൂടെയാണ് ഭാരതം ഇത്രയും മികച്ചതായിട്ട് മാറിയത്. അപ്പോൾ അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് കേരളമാണ്. കേരളത്തിൽ നമുക്കറിയാമല്ലോ, കേരളത്തിൽ എഴുത്താശാൻ പള്ളിക്കൂടങ്ങളുണ്ടായിരുന്നു, നൂറുകണക്കിന് വിദ്യാലയങ്ങളുണ്ടായിരുന്നു, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയ അറിവിൻ്റെ കേന്ദ്രമായിരുന്നു കേരളം എന്നുള്ളതാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ ആധുനിക കേരളത്തിൻ്റെ ശില്പിയല്ല, ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാവുമ്പോൾ അദ്ദേഹം ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അത് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നും ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഏടുകളാണ് എന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും മുതൽ വലിയ ഭരണ സംവിധാനങ്ങൾ വരെ ഒരുക്കുന്നതിൽ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന രാജാവ് വിജയിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് കാണുന്ന റോഡുകളൊക്കെ തന്നെ ഇത്രയും മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടത് ഈ തിരുവിതാംകൂർ രാജഭരണ കാലത്താണ്. അന്നാണ് ഇത്രയും വലിയ റോഡുകളൊക്കെ ഉണ്ട്. ഇന്നും കൊച്ചി നമ്മൾക്കറിയാം, എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോടും ഒക്കെ ഇടുങ്ങിയ റോഡുകളുള്ളപ്പോൾ അതിവിശാലമായ റോഡുകൾ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനത്തുള്ളതിന് കാരണം എന്ന് പറയുന്നത് ഈ രാജകുടുംബത്തിൻ്റെ ദീർഘവീക്ഷണമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഡിലനോയിയെ തോൽപ്പിച്ച, ഡച്ച് സൈന്യത്തെ തോൽപ്പിച്ച വമ്പൻ സൈനിക ശക്തിയായിരുന്ന ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ധനികരായ ഒരു രാഷ്ട്രം കൂടിയാണ് ഈ പറയുന്ന തിരുവിതാംകൂർ എന്നുള്ളതാണ്. ഞാൻ തിരുവിതാംകൂറുകാരനായതിൽ എന്നും അഭിമാനിക്കുന്ന ആളാണ്. തിരുവിതാംകൂർ എന്ന് പറയുന്ന മാതൃഭൂമിയോട് ഇന്നും ആ സ്നേഹമുണ്ട്. എന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ ഭാരതത്തോടൊപ്പം ചേരുകയും ചെയ്ത രാജ്യം കൂടിയാണ് എന്നുള്ളതാണ്. മാർത്താണ്ഡവർമ്മ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഞാൻ ആരുമല്ല, ഞാനൊന്നുമല്ല, ഞാൻ ഭഗവാന്റെ ദാസൻ മാത്രമാണ്. ശ്രീ പത്മനാഭദാസ എന്നാണ് മാർത്താണ്ഡവർമ്മയെ വിളിക്കുന്നത് എന്നുള്ളത്. തൃപ്പടിദാനം എന്ന് പറയുന്ന ചടങ്ങിലൂടെ രാഷ്ട്രത്തെ ശരിക്കും ഈശ്വരനെ സമർപ്പിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഭഗവാൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചിട്ടാണ് ഈ പറയുന്ന ആ ദേശം ഉയർന്നു വന്നത്, രാജ്യം ഉയർന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ചിത്രകാരന് ഈ പറയുന്ന തിരുവിതാംകൂറിനെ ഇന്ത്യയിലോട്ട് ലയിപ്പിക്കുമ്പോൾ രാജ്യത്ത് എഴുതി കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. കാരണം എന്താണ്? എൻ്റെ രാജ്യമല്ല, എൻ്റെ രാജ്യമാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കാൻ കഴിയുള്ളൂ. ഇത് ഭഗവാന്റെ രാജ്യമാണ്, ശ്രീപത്മനാഭൻ്റെ രാജ്യമാണ്, അതിന് എഴുതി കൊടുക്കാനുള്ള അവകാശം, അതിനെ മറ്റൊരു രാജ്യമാക്കി മാറ്റാനുള്ള അവകാശം എനിക്കില്ല എന്ന് ചിത്രതിരുനാൾ പറയുണ്ടായി. അന്ന്
മറ്റാരുമാണ് എനിക്ക് തോന്നുന്നു ഹൈക്കോടതി ജഡ്ജിയോ ഇല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് തുല്യമായിട്ട് അന്ന് ദിവാനായിരുന്നല്ലോ, അത് അങ്ങനെ ആരോ ആണ് ഒപ്പിട്ട് കൊടുത്തത്. എന്തായാലും അത്തരത്തിലുള്ള പാരമ്പര്യമുള്ള മഹാനായ ചക്രവർത്തി ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസിൻ്റെ കഥ ഇത്തരത്തിൽ ഒരു മോഹൻലാൽ അഭിനയിച്ചു കൊണ്ടൊരു ചിത്രമാവുന്നത് ഏറെ സന്തോഷം. അങ്ങനെ ആവട്ടെ, മോഹൻലാൽ ആ വീഡിയോ കാണട്ടെ, ആ ചിത്രം അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമായി വരട്ടെ.